ഡിസംബർ 16 ആഗമനകാലത്തിലെ 3-ാം വാരത്തിലെ തിങ്കളാഴ്ച. മത്തായി 21:23 മുതൽ 27 വരെ വാക്യങ്ങൾ. 1945 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാന ജേതാവായ ചിലിയൻ ഗാനരചയിതാവ് ഗബ്രിയേല മിസ്ട്രൽ എഴുതി, എളുപ്പമുള്ള ജോലികളാൽ ബന്ധിതരാകാൻ നിങ്ങളെ അനുവദിക്കരുത്. മറ്റുള്ളവർ ഒഴിവാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് എത്ര മഹത്തരമാണ്. ഒരു മരം നടാൻ ഉള്ളിടത്ത് നിങ്ങൾ പോയി നടുക. ഒരു തെറ്റ് എവിടെയാണ് പരിഹരിക്കേണ്ടത്, നിങ്ങൾ പോയി അത് തിരുത്തുക. മറ്റുള്ളവർ ലജ്ജിക്കുന്ന ഒരു ഭാരം നിങ്ങൾ പോയി ഏറ്റെടുക്കുക. തെരുവിൽ നിന്ന് കല്ല് നീക്കം ചെയ്യുന്നതും രണ്ടുപേരെ അവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ നിന്ന് തടയുന്ന വിദ്വേഷം പിരിമുറുക്കവും ലഘൂകരിക്കുന്നതിനും ഒരുമിച്ചിരുത്തി പരിഹാരം കാണേണ്ടത് നിങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം ദേവാലയമാണ്. യേശു ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ മൂപ്പന്മാരും പ്രധാന പുരോഹിതന്മാരും അവനെ സമീപിച്ചു. അവർ ഉടനെ അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സുഖപ്പെടുത്താനും പ്രസംഗിക്കാനും അധികാരം നൽകിയത് ആരാണെന്ന് അവർ അവനോട് ചോദിച്ചു. യേശു അവരുടെ സമൂഹത്തിലെ ഒരു ഗ്രന്ഥകാരനോ മൂപ്പനോ ആയിരുന്നില്ലെങ്കിലും തൻ്റെ ശ്രോതാക്കൾ എപ്പോഴും വിസ്മയഭരിതരാണെന്ന് അവർക്കറിയാമായിരുന്നു. അവൻ എല്ലായിടത്തും വലിയ അധികാരത്തോടെ പഠിപ്പിച്ചു. ഏതെങ്കിലും ഒരു പ്രത്യേക സ്കൂളിൻ്റെ ഉൽപ്പന്നമല്ല. അതിനാൽ അവനെ പഠിപ്പിക്കാൻ ആരാണ് അധികാരം നൽകിയതെന്ന് പ്രധാന പുരോഹിതന്മാരും മൂപ്പന്മാരും ചിന്തിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെന്ന നിലയിൽ യേശു അവരോട് വ്യക്തമായി കാര്യങ്ങൾ പറയാൻ വിസമ്മതിച്ചു. അവൻ്റെ കാലത്തെ ഈ മത അധികാരികൾക്ക് അവനിൽ ദൈവത്തിൻ്റെ ശക്തി കാണാൻ പോലും കഴിയുന്നില്ലെങ്കിൽ താൻ ആരായിരുന്നു എന്ന് അവരോട് വിശദീകരിച്ചിട്ട് കാര്യമില്ല. തിരുവെഴുത്തുകളുടെ പല ഭാഗങ്ങളിലും ശാസ്ത്രിമാരുടെയും ഫരീസയരുടെയും മറ്റ് മത നേതാക്കളുടെയും കാപഢ്യം യേശു തുറന്നു കാണിച്ചു. അവരുടെ അന്ധതയും നിയമത്തിൻ്റെ ആഴമില്ലാത്ത വ്യാഖ്യാനവും അവിടുന്ന് ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, അനുകമ്പയും വിനയവുമുള്ള ആധികാരിക ആരാധനയെക്കുറിച്ചുള്ള തൻ്റെ പ്രതിവാദങ്ങളിലൂടെ അവൻ അവരെ നേരിട്ടു. യേശുവിനെ കുറിച്ച് ഒരു തെറ്റായ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ഒന്നുകിൽ അവനെ ദൈവത്തിനായി വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവനെ ഒരു വിഡ്ഢിയായി അല്ലെങ്കിൽ ഒരു പിശാചായി പോലും കരുതാം എന്ന് ബ്രിട്ടീഷ് ദൈവശാസ്ത്രജ്ഞനായ C.S. ലൂയിസ് പറയും. അവനെ വണങ്ങാൻ ആളുകളെ നിർബന്ധിക്കാൻ കഴിയുന്ന ഒരു നിർബന്ധിത ശക്തി യേശുവിനില്ല. അവൻ്റെ വാക്കും പ്രവൃത്തിയും മാത്രമേ അവൻ്റെ അധികാരത്തിനു വേണ്ടി സംസാരിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി യേശുവിൽ വിശ്വസിക്കാനും അവനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കാനും ഈ ആഗമനകാലം നമ്മെ ക്ഷണിക്കുന്നു. യേശുവിൻ്റെ അധികാരം വരുന്നത് അവൻ്റെ പിതാവിൽ നിന്നും സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിൽ നിന്നുമാണ്. സ്നാപക യോഹന്നാൻ വന്നത് അവനു വേണ്ടി വഴിയൊരുക്കാനാണ്. പശ്ചാത്താപത്തിലൂടെയും പരിവർത്തനത്തിലൂടെയും അവൻ്റെ വഴി നേരെയാക്കാനുള്ള ഈ ആഗമനകാലം നമ്മുടെ അവസരമായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.